പ്രൈസ് ദി ലോർഡ്. Praise the Lord. കർത്താവിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. यीशु मसीह के पवित्र नाम को फिर हम धन्य कहते हैं. വീണ്ടും ദൈവവചനമായിട്ടായിരിക്കാൻ കർത്താവിടയാക്കിയതിന് മഹത്വം കരയറ്റുന്നു. प्रभु ने फिर परमेश्वर के वचन के साथ में आने का मौका दिया, इसलिए धन्यवाद करते हैं. ഈ യുഗാനുയുഗ പദ്ധതി എന്നുള്ള വിഷയം നിരന്തരമായി പഠിക്കുന്നവർക്കായി വീണ്ടും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. इस युगों में परमेश्वर की योजना को लगातार पढ़ने वालों के लिए मैं प्रभु का धन्यवाद करता हूँ. ദൈവം നിങ്ങളെ തീർച്ചയായിട്ടും അനുഗ്രഹിക്കുക തന്നെ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. और मैं विश्वास करता हूँ कि परमेश्वर आपको वास्तव में आशीष देगा. പറയപ്പെട്ട വിഷയങ്ങൾ നമ്മൾ സൂക്ഷ്മമായി ചിന്തിക്കുകയും പഠിക്കുകയും അതിൻ പ്രകാരം ജീവിക്കുകയും ചെയ്താൽ ഒരിക്കലും നാം ലജ്ജിക്കേണ്ടി വരികയില്ല. और जितने भी हम यहाँ विषय सीख रहे हैं उनके मुताबिक यदि हम चलने को तैयार हों तो हमें लज्जित नहीं होना पड़ेगा. കർത്താവ് ഒരുക്കുന്ന സൗഭാഗ്യത്തിൽ നമുക്കായിരിക്കാൻ കഴിയും. प्रभु के द्वारा तैयार सौभाग्य में हम अपनी जिंदगी जी सकते हैं. അതിന് എല്ലാവർക്കും സഹായിക്കട്ടെ എന്ന് മാന്യ കേൾവിക്കാർക്ക് എല്ലാവർക്കും സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. और मैं प्रार्थना करता हूँ, मेरी कामनाएं हैं कि हर सुनने वाले को इस प्रकार की आशीषें मिलने पाए. ഇന്നത്തെ ഈ ഏറ്റവും ഒടുവിൽ നടക്കുന്ന ഈ എപ്പിസോഡിൽ आज के हमारे इस अंतिम एपिसोड में ആദ്യമായിട്ട് നാം ചിന്തിക്കാൻ പോകുന്നത് सबसे पहले हम ये देखेंगे വെള്ള സിംഹാസന ന്യായവിധിയെ കുറിച്ചാണ്. श्वेत सिंहासन के न्याय के बारे में. അത് ഏറ്റവും ഒടുവിലത്തെ ന്യായവിധിയാണ് പറയപ്പെട്ടിരിക്കുന്നത്. और ये यहाँ पे वर्णित न्यायों में सबसे आखिरी न्याय है. രക്ഷിക്കപ്പെടാത്ത എല്ലാവരും ഉയർത്തെഴുന്നേൽക്കുമെന്ന് വേദപുസ്തകം പറയുന്നു. और पवित्र शास्त्र बाइबल कहती है कि उद्धार नहीं पाए हुए लोग भी सब दोबारा जिंदा होंगे. അതായത് കയീൻ മുതൽ ഇന്ന് വരെ മരിച്ച ആളുകളും അതായത് ഉയർത്തെഴുന്നേൽക്കും. कैन से लेकर आज तक मरे हुए सब लोग जीवित होंगे. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ प्रकाशित वाक्य 20 के 11 से 15 तक जब हम पढ़ते हैं, രക്ഷിക്കപ്പെടാത്ത എല്ലാവരും ശരീരത്തോടെ ഉയർത്തെഴുന്നേറ്റ് വെള്ള സിംഹാസന ന്യായവിധിക്ക് മുൻപാകെ നിൽക്കും. उद्धार नहीं पाए हुए सब लोग मृतकों में से जिंदा होकर सिंहासन के सामने खड़े होंगे. അവരുടെ ശരീരത്തിൽ ചെയ്ത പാപത്തിന് തത്തുല്യ ന്യായവിധി അവിടെ വെച്ചുണ്ടാകും. और उनके शरीरों के द्वारा किए गए हर पापों के अनुसार उनको वहां न्याय मिलेगा. മരണത്തെയും പാതാളത്തെയും രക്ഷിക്കപ്പെടാത്തവരെയും ന്യായം വിധിക്കും എന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. और वहां पे लिखा हुआ है कि मृत्यु का, पाताल का, उद्धार नहीं पाए हुओं का वहां पर न्याय होगा. ഈ സിംഹാസനത്തിൽ യേശു മാത്രമാണ് ഇരിക്കുന്നത്. इस सिंहासन पर केवल यीशु बैठे हैं. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 22-27 വാക്യങ്ങൾ വായിക്കുന്നു. यूहन्ना के सुसमाचार 5वें अध्याय के 22 और 27 में हम पढ़ सकते हैं. ഈ ന്യായവിധിയിൽ യേശുവിനോടൊപ്പം തീർച്ചയായിട്ടും വിശ്വാസികളും ഉണ്ടായിരിക്കും. और इस न्याय में विश्वासी भी यीशु मसीह के साथ में होंगे. വേദപുസ്തകത്തിൽ 1 കൊരിന്ത്യർ 6-2-3 വാക്യങ്ങളിൽ और पहला कुरिन्थियों 6 के 2 और 3 में ആ കാര്യം നമുക്ക് കാണാൻ കഴിയുന്നു. हम इस बात को देख सकते हैं. വിശ്വാസികൾ തൻ നിമിത്തം 6ാമത്തെ വാഗ്ദത്ത പദവി പ്രാപിക്കുന്നതാണ്. और उनके निमित्त उसके निमित्त विश्वासियों को ये 6वां सौभाग्य അഥവാ मिलेगा. 6ാമത്തെ വാഗ്ദത്ത പദവി എന്ന് പറയുന്നത് या फिर यूं कहें 6वां सौभाग्य जो उन्हें मिलेगा, വെള്ള സിംഹാസന ന്യായവിധിയിൽ वो श्वेत सिंहासन के न्याय के समय में ആമേൻ യേശുവിനോടൊപ്പം വിശ്വാസികളും പങ്കെടുത്ത് ന്യായം വിധിക്കുമെന്നുള്ളതാണ്. यीशु के साथ मिलकर विश्वासी लोग भी न्याय में शामिल होंगे. ആമേൻ ഫൈനൽ ന്യായവിധി നടത്തുന്നവൻ ക്രിസ്തുവാണെന്ന് മാത്രം. और लेकिन जो अंतिम न्याय है वो यीशु खुद करेंगे. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 22-ാം വാക്യത്തിൽ കാണുന്നു. हम यूहन्ना के सुसमाचार 5 के 22 में हम देख അവിടെ सकते हैं. ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. इस प्रकार लिखा हुआ है वहां पर, എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ सब जिस प्रकार पिता का सम्मान करते हैं പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് पुत्र का भी सम्मान करें. പിതാവ് ആരെയും ന്യായം വിധിക്കാതെ इसलिए पिता स्वयं किसी का न्याय नहीं करेगा. ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. न्याय की सारी प्रक्रिया उसने पुत्र को दे रखी है. യോഹന്നാൻ 5:27 വായിക്കുന്നത് यूहन्ना 5 के 27 में हम देखते हैं, അവൻ മനുഷ്യപുത്രനാകയാൽ क्योंकि वो मनुष्य का पुत्र है, അവൻ ന്യായവിധി നടത്തുവാൻ അവൻ അധികാരവും നൽകിയിരിക്കുന്നു. न्याय चुकाने का अधिकार भी उसे ही दिया गया है. ഈ ന്യായവിധിയില് इस न्याय में തുറക്കപ്പെടുന്ന ചില രേഖകളുണ്ട്. कुछ कागजात हैं जो उस समय खुलेंगे. ഈ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് അത് ന്യായവിധി നടക്കുന്നത്. और इन्हीं दस्तावेजों के आधार पर न्याय होगा. മനസ്സാക്ഷി ഒന്നാമത്തെ രേഖ എന്ന് പറയുന്നത് മനസ്സാക്ഷിയുടെ പുസ്തകമാണ്. पहला दस्तावेज विवेक की पुस्तक है. റോമാലേഖനം 2-ാം അധ്യായം 16-ാമത്തെ വാക്യം. रोमियो की पत्री 2 अध्याय उसका 16वां पद है. മനുഷ്യൻ അവന്റെ മനസ്സാക്ഷി അനുസരിച്ച് എങ്ങനെ ജീവിച്ചു എന്നുള്ളത് मनुष्य अपने विवेक के अनुसार कैसे जिया അത് അവിടെ കണക്കാക്കപ്പെടും.
वहां पर वो उसका लेखा लिया जाएगा। രണ്ടാമത്തത് ഓർമ്മയുടെ പുസ്തകമാണ്. दूसरा याद की पुस्तक है മലാക്കി 3:16 വാക്കുകൾ. और मलाकी 3:16 നമ്മുടെ വാക്കുകള്, हमारे शब्द, हमारी बोली, നമ്മുടെ പ്രവൃത്തികള്, हमारे काम എല്ലാം അവിടെ അതേ രേഖയായിട്ട് ഉള്ളത് അവിടെ കൊണ്ടുവരപ്പെടും. सब कुछ वहां पे जो लिखा हुआ है सब सामने लाया जाएगा। റോമാലേഖനം 12:36-37 വാക്യങ്ങള്, रोमियो 12 का रोमियो 2:16, मती 12 का 36-37, 2 കൊരിന്ത്യർ 11:15 എല്ലാം അതിൽ പറഞ്ഞിട്ടുണ്ട്. दूसरा कुरिन्थियों 11:15 में वो लिखा है। തുടർന്ന് മൂന്നാമത്തെ രേഖ എന്ന് പറയുന്നത് ജീവന്റെ और പുസ്തകമാണ്. तीसरा दस्तावेज है जीवन की पुस्तक വെളിപ്പാട് 20:12 വാക്യം. और प्रकाशित वाक्य 20:22 അവിടെ പറഞ്ഞു ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും ഗന്ധകവും തീയും കത്തുന്ന തീപ്പൊയ്കയിൽ തള്ളിയിടുമെന്നാണ്. और वहाँ पे लिखा है कि जीवन की पुस्तक में जिसका नाम नहीं मिलेगा उसे आग और गंधक से जलने वाली झील में डाल दिया जाएगा। രക്ഷിക്കപ്പെട്ടവരുടെ പേരെല്ലാം ജീവന്റെ പുസ്തകത്തിലുണ്ട്. उद्धार पाए हुए हर एक का नाम जीवन की पुस्तक में है। രക്ഷിക്കപ്പെടാത്ത ആരുടെയും പേര് അതിൽ കാണുകയില്ല. उद्धार नहीं पाए हुओं का नाम वहाँ पर नहीं मिलेगा। അതുകൊണ്ട് ജീവന്റെ പുസ്തകത്തിൽ പേരില്ലാത്ത എല്ലാവരെയും, इसलिए जीवन की पुस्तक में जिनका नाम नहीं है उन सब को ആമേൻ, ഗന്ധവും തീയും കത്തുന്ന തീപ്പൊയ്യിൽ തള്ളിയിടുന്നു. आग और गंधक से भरी उस झील में डाल दिया जाएगा। നാലാമത്തെ രേഖ എന്ന് പറയുന്നത് चौथा दस्तावेज ദൈവത്തിന്റെ വചനമാണ്. परमेश्वर का वचन है। ഈ ഭൂമിയിൽ ദൈവവചനം നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. इस परमेश्वर ने धरती पर हमें परमेश्वर का वचन दिया है, എന്നാൽ അതിന്റെ ഒറിജിനൽ കോപ്പി സ്വർഗത്തിലാണ്. लेकिन उसकी मूल प्रति स्वर्ग में है। കർത്താവിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്നു. परमेश्वर का वचन स्वर्ग में सदा के लिए स्थिर है। സങ്കീർത്തനം 119:89 വാക്യം. भजन संहिता 119 का 89। ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, एक बात हमें ध्यान रखनी ഈ है, സിംഹാസനത്തിന് മുൻപിൽ നിൽക്കേണ്ടി വരുന്നത്, ന്യായവിധിക്കായി നിൽക്കേണ്ടി വരുന്നത്, इस सिंहासन के सामने न्याय के लिए इसलिए खड़ा होना पड़ रहा है നിൽക്കുന്ന വ്യക്തികൾ ദുഷ്ടന്മാർ മാത്രമാണ്. कि वो क्योंकि वो केवल दुष्ट लोग हैं, അതായത് രക്ഷിക്കപ്പെടാത്തവരാണ്. उद्धार नहीं पाया उन्होंने। ദുഷ്ടന്മാർ തീർച്ചയായിട്ടും പാതാളത്തിൽ തള്ളപ്പെടുക തന്നെ ചെയ്യും. और ये दुष्ट सारे अधोलोक में झील में डाल दिए जाएंगे, അതിനാണ് തീപ്പൊയ്ക എന്ന് പറയുന്നത്. और उसी को आग की झील कहते हैं। ഇവർ ദൈവത്തിന്റെ സന്നിധിയിൽ എന്നേക്കും നിത്യദണ്ഡനത്തിനായി തള്ളപ്പെട്ടവരായിരിക്കും. और ये प्रभु की उपस्थिति से हमेशा के लिए अनंत दंड की ओर धकेल दिए जाएंगे। ബൈബിളിന്റെ വചനപ്രകാരം, बाइबल के वचन के अनुसार അത് നിത്യദണ്ഡനം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് अनंत दंड उसको नाम दिया गया है, അവർക്ക് പിന്നെ ഒരു അവസരം ലഭിക്കുന്നില്ല. इसलिए उनको एक दोबारा मौका नहीं അവരുടെ मिलेगा। നിത്യത എന്ന് പറയുന്നത് എന്നേക്കുമായി ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയും കഷ്ടത, തീച്ചുള, പാപബോധം, തീപ്പൊയ്ക എന്നൊക്കെ ആയിരിക്കും. और हमेशा हमेशा के लिए उनका दंड, वो नरक की आग, वहीं का दर्द, वहीं का विलाप इत्यादि रहेगा। വെളിപ്പാട് പുസ്തകം 14 മുതൽ 15 വരെയും, प्रकाशित वाक्य 20 का 14 और 15 21 വാക്യത്തിലൊക്കെ നമ്മൾ അത് വായിക്കുന്നു. और 21 के 8 में हम उसे पढ़ सकते हैं। നിങ്ങൾക്ക് അത് ഈ ഒരു പിക്ചറിൽ അത് കാണാവുന്നതാണ്. आप उस तस्वीर में उसे देख सकते हैं। അത് കഴിഞ്ഞ ശേഷം എന്താണ് സംഭവിക്കുന്നത്? उसके बाद में क्या होगा? ആമേൻ. നാം വേദപുസ്തകത്തിലെ ചില വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്. हम बाइबल के कुछ पदों में इस प्रकार देखते हैं। വെളിപ്പാട് പുസ്തകം 21:1-2, और प्रकाशित वाक्य 21 का 1 और 2, യെശയ്യാ പ്രവചനം 65:17, यशायाह 65 का 17, 44:23, और 44 का 23, 2 പത്രോസ് 3:13, दूसरा पत्रस 3 का 13। പുതിയ ആകാശവും പുതിയ ഭൂമിയും അതായത് നിർമ്മിക്കപ്പെടും. नया आकाश और नई पृथ्वी बनाए जाएंगे। ആമേൻ. ആ പുതിയ, അതായത് ഇന്നത്തെ ഭൂമി മാറിയ ശേഷം പുതിയ ഭൂമി വരും. आज की धरती हट जाएगी, उसकी जगह पर नई धरती आएगी, പുതിയ ആകാശം വന്നു ചേരും. नया आसमान आएगा। ആമേൻ. അവിടെ ആ പുതിയ ഭൂമിയില് उस नई धरती पर സമുദ്രം ഉണ്ടായിരിക്കുകയില്ല, समुद्र नहीं होगा, മരണം ഉണ്ടായിരിക്കുകയില്ല, मृत्यु नहीं होगी, കണ്ണുനീരുണ്ടായിരിക്കുകയില്ല. आंसू नहीं होगा। അങ്ങനെയുള്ളതായ ഒരു പുതുവാന ഭൂമിയില് ആമേൻ വാസം, ആമേൻ, രക്ഷിക്കപ്പെട്ടവർക്കായി ദൈവം ഒരുക്കിയിരിക്കുന്നു. एक ऐसे नए आकाश और नई धरती की रचना परमेश्वर उद्धार पाए हुओं के लिए तैयार कर रहा है। അവിടേക്കാണ് വേദപുസ്തകത്തിൽ പറയുന്നത്, और उसी में पवित्र शास्त्र बाइबल के अनुसार പുതിയ യെരുശലേം എന്ന് പറയുന്നതായ നഗരം സ്വർഗത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരും. नया यरूशलेम नामक वो पवित्र नगर स्वर्ग से उतर कर आएगा। വെളിപ്പാട് പുസ്തകം 21-ാം 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. प्रकाशित वाक्य 21 के 10 से 14 में हम उसे देख सकते हैं। ദൈവസന്നിധിയിൽ ദൈവ തേജസ്സുള്ളതായി ആമേൻ ഇറങ്ങുന്ന ജ്യോതിസുള്ള വിലയേറിയ രത്നതുല്യമായ സ്ഫടിക സ്വച്ഛതയുള്ളതായ ആമേൻ നഗരം താഴേക്ക് ഇറങ്ങി വരും. और वहां पे बिल्कुल एकदम शुद्ध पवित्र नगर
बिल्कुल साफ सुथरा एक नगर, सोने के समान, उससे भी ज्यादा चमकने वाला नगर उतरता हुआ आएगा। അതിൽ ഒരു പിക്ചർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. उसी की एक तस्वीर आप देख सकते हैं। വളരെ അവിശ്വസനീയമായ ഒരു നഗരമാണത്. एक अविश्वसनीय तौर पर बना हुआ नगर है ഈ ये। പുതിയ യെരുശലേമാണ് കർത്താവ് തന്റെ ഭക്തന്മാർക്ക് ഒരുക്കിയിരിക്കുന്നതായ ഭവനം. यही नया यरूशलेम अपने भक्तों के लिए परमेश्वर ने हमेशा के लिए तैयार किया है, वो उनका घर है। അതിന്റെ അർത്ഥം ഈ വെള്ളസിംഹാസന ന്യായവിധിയൊക്കെ കഴിഞ്ഞ ശേഷം इसका मतलब श्वेत सिंहासन के न्याय के बाद കർത്താവ് തന്റെ സഭയുമായിട്ട് ആമേൻ ഈ പുതിയ യെരുശലേമിൽ വാസം ചെയ്ത് സഭയുമായി ഭൂമി ഈ പുതുവാന ഭൂമിയിലേക്ക് ഇറങ്ങി വരും. और प्रभु यीशु मसीह अपने लोगों के साथ में हमेशा हमेशा के लिए इस यरूशलेम के अंदर आएगा। ആമേൻ അതിന് ഏകദേശം 1500 മൈൽ നീളവും 1500 മൈൽ നീളവും വീതിയും ഉയരം ഉണ്ടായിരിക്കുമെന്ന് വെളിപ്പാട് 21:16 പറഞ്ഞിരിക്കുന്നു. और प्रकाशित वाक्य 21 के 16 में इस प्रकार लिखा हुआ है कि वो करीब 1500 मील के उस चौकाकार में की आकृति में ഒരു होगा। സമചതുരമായ പട്ടണമായിരിക്കും. एक सम आकार की, चतुर्भुज आकार की एक आकृति उसकी അത് होगी, സ്വർണ്ണത്താലും മുത്തിനാലും അലങ്കൃതമായ ഒരു പട്ടണമായിരിക്കും. और वो सोने के द्वारा, मोतियों के द्वारा सजा सजाया होगा। 12 വിധ കല്ലുകളിന്മേലാണ് അതെ മുത്തുകളിന്മേലാണ് ആ നഗരം പണി കഴിപ്പിച്ചിരിക്കുന്നത്. और वो पूरा नगर 12 प्रकार के मोतियों पर बना होगा। ഏകദേശം 40 ലക്ഷം കോടി ആമേൻ ആൾക്കാർ അതിൽ ആമേൻ ഇന്ന് ഭൂമിയിൽ ആദാം തുടങ്ങി ജീവിച്ചിരിക്കുന്നതായി കണക്കാക്കപ്പെടുന്നു. और ऐसा माना जाता है कि करीब 40 लाख करोड़ लोग उस धरती पर, उस यरूशलेम में वास करेंगे। ആദാം തുടങ്ങി ഇന്ന് വരെ आदम से आज तक करीब 40 करोड़ लोग धरती पर रह चुके हैं। ഇപ്പോൾ 700 കോടിയിലധികം ജനങ്ങൾ ജീവിച്ചിരിക്കുന്നു. आज पूरी दुनिया में 700 करोड़ से ज्यादा लोग जीवित हैं। എന്നാൽ ഈ പുതിയ യെരുശലേമിന്റെ ആദ്യത്തെ നിലയിൽ തന്നെ പാർക്കുവാനുള്ള മനുഷ്യരുടെ എണ്ണം മാത്രമേ ഇതുള്ളൂ. तो यहाँ पर केवल उसका मतलब यरूशलेम के केवल पहले ही मंजिल में रह सकने की संख्या तक लोग आज तक आ पाए हैं। അതിന്റെ വലിപ്പം വർണ്ണിപ്പാൻ വളരെ അസാധ്യമാണ്. उसका जो आकार है इतना बड़ा है, अवर्णनीय है। പ്രിയമുള്ളവരെ, ദൈവം തന്റെ ജനത്തിനായി ഒരുക്കുന്ന നഗരം എത്ര മനോഹരമാണ്. परमेश्वर जो अपने लोगों के लिए नगर तैयार कर रहा है वो कितना मनोहर है। പുതിയ യെരുശലേം ഒരു പുതിയ പർദീസ അത്രേ. नया यरूशलेम एक नया स्वर्ग ഒരു लोक അത്ഭുത है, നഗരമാണ്. एक अद्भुत नगर है वो। ആമേൻ. ദൈവം തന്റെ ജനത്തിന് വേണ്ടി ഒരുക്കുന്ന ആ और നഗരത്തിനായി परमेश्वर अपने लोगों के लिए नगर तैयार कर रहा है। मैं प्रभु का धन्यवाद करता हूं। ഈ പുതുവാന ഭൂമിയില് इस नए आकाश और धरती में എല്ലാ കാലത്തുമുള്ള രക്ഷിക്കപ്പെട്ടവർ അവർ സ്വർഗത്തിനായി വേർതിരിക്കപ്പെട്ടിരിക്കും. सब युगों में उद्धार में जो लोग आए थे वो सब यहाँ पर राज करेंगे, वास करेंगे। എല്ലാവർക്കുമുള്ള പദവികൾ ഒരുപോലെ അല്ലതാനും. और हर एक को मिलने वाले सौभाग्य एक समान नहीं होंगे। രക്ഷിക്കപ്പെട്ടവരുടെ നിത്യത ആമേ ഇങ്ങനെ നമുക്ക് വിലയിരുത്താൻ കഴിയും. और हम उद्धार पाए हुओं की अनंतता को यहाँ पर देख सकते हैं। അവർ നിത്യമായി ദൈവത്തോട് ചേർന്നിരിക്കും. वो हमेशा परमेश्वर के साथ रहेंगे, നിത്യമായ സമാധാനവും അനുഗ്രഹവും പ്രാപിക്കും. वो अनंतता के तौर पर शांति को और आशीष को पाएंगे। ആമേൻ. അവിടെ ആരാധന കേന്ദ്രമുണ്ട്. आराधना का केंद्र वही होगा। അത് വെളിപ്പാട് പുസ്തകം 22 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. और प्रकाशित वाक्य 21 के 3 और 22 में हम देख सकते हैं। 22:3 നമ്മൾ വായിക്കുന്നുണ്ട്. 22 के 3 में भी देख सकते हैं। മന്ദിരം അവിടെയില്ല. वहाँ मंदिर नहीं होगा। സർവശക്തിയുള്ള ദൈവമായ കർത്താവ് കുഞ്ഞാടും അതിന്റെ മന്ദിരമാകും. और वहाँ का मंदिर सर्वशक्तिशाली परमेश्वर और उसका मेमना होगा। അവിടെ പ്രകാശത്തിന്റെ ഉറവിടത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. और वहाँ के प्रकाश के स्रोत के बारे में लिखा ദൈവം है। തന്നെയാണ് പ്രകാശത്തിന്റെ ഉറവിടം. वहाँ का प्रकाश का स्रोत परमेश्वर खुद है। തന്നെയുമല്ല അവിടെ ജീവജല നദി ഒഴുകുന്നതായി നാം വായിക്കുന്നു. और वहाँ पे जीवन जल की नदी भी बह रही है। ആമേൻ. പ്രൈസ് ദി ലോർഡ്. ജീവവൃക്ഷം അവിടെയുണ്ട്. वहाँ पे जीवन का वृक्ष है। 12 തരം ഫലം കായ്ക്കുന്ന വൃക്ഷമുണ്ട്. वहाँ पे 12 प्रकार के फल उत्पन्न करने वाले पेड़ हैं। പ്രിയമുള്ളവരെ, എത്ര മഹത്വരമായ ആമേ ഒരു അനുഭവമാണ് നമുക്ക് നിത്യത എന്ന് പറയുന്നത് ദൈവം തന്റെ ഭക്തന്മാർക്ക് വേണ്ടി വെച്ചു. और अनंतता में प्रभु के द्वारा हमारे लिए तैयार किया जाने वाला सौभाग्य कितना बड़ा सौभाग्य है। അവിടെ പുതിയ യെരുശലേമിന്റെ വാതിലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പ്രസ്താവനയുണ്ട്. वहाँ पे नए यरूशलेम के द्वार के बारे में ऐसा कुछ लिखा है। 21 വെളിപ്പാട് 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ प्रकाशित वाक्य 21 के 24 से 26 में അത് ജാതികളിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടവർ अन्य जातियों से छुटकारा पाकर आए हुए പുതിയ ഭൂമിയിലെ നിവാസികളായിരിക്കും എന്ന് കാണാം. वो नई पृथ्वी के निवासी होंगे। അവരുടെ രാജാക്കന്മാർ തങ്ങളുടെ മഹത്വവും ബഹുമാനവും ഈ വാതിൽ കടന്നു കൊണ്ടുവരും. और वहाँ के राजा अपने सारी महिमा, अपना आदर इस दरवाजे के अंदर से लेकर आएंगे। അതിന്റെ അർത്ഥം ഈ 1000 ആണ്ട് വാഴ്ചയിലും, उसका मतलब 1000 साल के राज में, ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ യുഗങ്ങളിലും या फिर सभी युगों में
പഴയ നിയമസഭയോ പുതിയ നിയമസഭയോ അല്ലാതെ രക്ഷിക്കപ്പെട്ട ആരെങ്കിലും എവിടെ ഏത് കാലഘട്ടത്തിലുണ്ടായാലും, मतलब उद्धार पाए हुए लोग, चाहे वो किसी भी युग में उन्होंने उद्धार पाया हो, അഥവാ ജീവന്റെ പുസ്തകത്തിലുള്ളവർ, या फिर यूं कहें जीवन की पुस्तक में जिनका नाम है, അഥവാ ജാതികളിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടവർ, जातियों से जो बचकर आए हैं, പ്രത്യേകിച്ച് ഞാൻ ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നത്, या फिर मैं विशेष बल देकर कहूं, ക്രിസ്തുവിന്റെ 1000 ആണ്ട് ഭരണകാലത്ത് അനേകർ രക്ഷിക്കപ്പെടും. मसीह के 1000 साल के राज के दौरान भी कई लोग विश्वास में आएंगे, അന്നുള്ളവരെ ഈ ഭൂമിയിൽ പാർപ്പിക്കും. ऐसे सारे लोग इस धरती पर वास എന്നാൽ करेंगे. കർത്താവിന്റെ സഭ, പഴയ നിയമസഭ, लेकिन प्रभु के परमेश्वर की पुराने नियम की कलीसिया, പുതിയ നിയമസഭ, नए नियम की कलीसिया, അതോടൊപ്പം തന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, पिता पुत्र पवित्र आत्मा, ദൂതന്മാര്, स्वर्गदूत, അവരൊക്കെ വസിക്കുന്നതും ഈ പുതിയ യെരുശലേം എന്ന് പറയുന്ന നഗരത്തിലാണ്. वो सारे नए यरूशलेम नामक नगर में वास करेंगे. അതുകൊണ്ടാണ് അതിന് പുറത്തുള്ളവര്, അതായത് ഈ യെരുശലേമിന്റെ വാതിന്റെ പുറത്തുള്ള ആളുകളെ കുറിച്ച് അവിടെ പരാമർശിച്ചിരിക്കുന്നു. इसलिए वहां पे यरूशलेम के दरवाजे के बाहर के लोगों का भी उल्लेख किया गया. അവർ രക്ഷിത ഗണമാണ്. वे सब भी उद्धार पाए हुए लोग हैं. എന്നാൽ ദൈവത്തിന്റെ മണവാട്ടി സഭ, ക്രിസ്തുവിന്റെ സഭ എന്നുള്ളതായ ആ പദവിയിലേക്ക് അവർ വന്നിട്ടില്ല. लेकिन वे जो लोग ऐसे भी हैं जो मसीह की कलीसिया के तौर पर नहीं, दुल्हन के तौर पर नहीं बने हैं. തന്നെയുമല്ല, ഇവരിൽ ജീവന്റെ വൃക്ഷഫലം യോഗ്യതയുള്ളവർക്ക് മാത്രമേ പ്രാപിക്കാനും കഴിയുള്ളൂ എന്ന് നമുക്ക് കാണാൻ और കഴിയും. हमें ये भी देख सकते हैं कि जीवन के वृक्ष का फल केवल योग्य लोग ही पा सकते हैं. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട പദവികൾ പ്രാപിക്കുന്ന ദൈവത്തിന്റെ നിത്യമായ പദ്ധതികളിലേക്ക് മനുഷ്യൻ മാറ്റപ്പെടുന്നു. और इस प्रकार मनुष्य एक ऐसे स्तर पर पहुंच जाएगा जहां पर वो परमेश्वर के सौभाग्यों को पाता रहेगा. എബ്രായ ലേഖനം 9:15 വാക്യത്തിലും इब्रानियों 9:5 में, വെളിപ്പാട് 22:5 വാക്യത്തിൽ പ്രകാരവും प्रकाशित वाक्य 22:5 के आधार पर വിശ്വാസികൾക്ക് ലഭിക്കുന്ന ഒടുവിലത്തെ അവകാശത്തെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. विश्वासियों को मिलने वाले अंतिम सौभाग्य के बारे में लिखा അവിടെ है. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, वहाँ इस प्रकार लिखा है, അവർ നിത്യ അവകാശം പ്രാപിച്ച് वो अनंत वारिस पाका എന്നേക്കും രാജാക്കന്മാരായിരിക്കും. हमेशा हमेशा के लिए राजा बने रहेंगे. ഇതാണ് വിശ്വാസികൾക്ക് ലഭിക്കാൻ പോകുന്ന 7ാമത്തെ പദവി. ये है विश्वासियों को मिलने वाला 7वां सौभाग्य. ദൈവം മനുഷ്യനോട് പാർക്കുന്ന അവസ്ഥ. परमेश्वर मनुष्य के साथ वास करता അവിടെ है. തീർച്ചയായിട്ടും പ്രവൃത്തികളൊക്കെ ഉണ്ടായിരിക്കും. वहां पर भी कार्य होंगे. സ്വർഗസ്തുതികളുടെ കേന്ദ്രമായിരിക്കും. स्वर्ग स्तुति का केंद्र होगा. സ്വർഗം ഒരു കൂട്ടായ്മ കേന്ദ്രമാണ്. संगति का केंद्र होगा. എത്ര മനോഹരമായ ഒരു കൂട്ടായ്മയാണത്. एक अच्छी संगति वहां होगी. നമ്മുടെ രക്ഷിതാവിനെ ഏറ്റവും അടുത്തറിയാൻ ലഭിക്കുന്ന സമയമാണ്. और उद्धारकर्ता को नजदीकता से जानने का समय होगा. സ്വർഗം സേവനത്തിന്റെ സ്ഥലം കൂടെയായിരിക്കും. वो स्वर्ग सेवा की जगह होगी. കാരണം വേദപുസ്തകം വെളിപ്പാട് 7:15 പറയുന്നു, क्योंकि प्रकाशित वाक्य 7:15 में बाइबल कहती है അവന്റെ സേവകർ അവനെ ആരാധിക്കും. कि उसके सेवक उसकी आराधना പക്ഷെ ഏത് करेंगे. വിധത്തിലുള്ള സേവനമെന്ന് നമുക്കറിയില്ല. हमें नहीं पता कि वो किस प्रकार की सेवा होगी, എന്നാൽ തീർച്ചയായും അതിലൊരു വിഭാഗ സേവനം लेकिन वहां पर भी एक प्रकार की सेवा होगी. ദൂതന്മാരുടെയും മനുഷ്യരുടെയും മേൽ ന്യായം നടത്തുവാൻ കഴിയുന്ന അവസരമായിരിക്കും. और स्वर्गदूतों के ऊपर और दूसरों के ऊपर न्याय करने का एक भाग्य होगा. സ്വർഗം അഭ്യസനത്തിലുള്ള സ്ഥലം കൂടിയായിരിക്കും. और स्वर्ग अभ्यास का भी അറിയാനുള്ള സ്ഥലം കൂടെയായിരിക്കും. जानकारी पाने की भी जगह होगी. പഠിക്കാനുള്ള സ്ഥലം കൂടെയായിരിക്കും. शिक्षा पाने की भी जगह होगी. ദൈവിക ഉദ്ദേശം നാം അപ്പോഴാണ് പൂർണ്ണമായി और ഗ്രഹിക്കുന്നത്. उस समय परमेश्वर के उद्देश्य को हम पूर्णतया जान पाएंगे. നമുക്ക് ധാരാളം ചോദ്യങ്ങളുണ്ട്. कई सवाल हमारे सामने हैं. നമ്മുടെ ചോദ്യങ്ങൾക്കെല്ലാം ദൈവത്തിൽ നിന്ന് വിശദമായ ഉത്തരം ലഭിക്കുക. हमारे सारे सवालों के परमेश्वर से हमें उत्तर मिलेंगे. അങ്ങനെ ദൈവത്തിന്റെ പദ്ധതികൾ അങ്ങനെ മുന്നേറുന്നതാണ്. और इस प्रकार परमेश्वर की योजनाएं बढ़ती चली ഈ जाएंगी. പുതുവാന ഭൂമിയുടെ അനുഭവത്തെ തുടർന്ന് നിത്യത ആരംഭിച്ചു തുടരുകയാണ്. और इसी नए आकाश और नई धरती के उस उत्पन्न होते ही अनंतता का अनुभव शुरू हो जाता है. ഇത് പുതുവാന ഭൂമിക്ക് അവസാനമില്ല. ये नई धरती का अंत, इसका अंत नहीं होगा. അതുകൊണ്ടാണ് ഇത് യുഗങ്ങളിൽ പെടാത്തത്. इसीलिए ये जो भाग है वो युगों में नहीं आता है. എല്ലാ യുഗങ്ങൾക്കും ആരംഭമുണ്ട്, അവസാനമുണ്ട്. सभी युगों का आरंभ भी है, अंत भी है. എന്നാൽ പുതുവാന ഭൂമിക്ക് അതിൽ അവസാനമില്ല. ആരംഭമുണ്ടെങ്കിലും അവസാനമില്ല. लेकिन नई आकाश और नई धरती का अंत और आरंभ है, लेकिन अंत नहीं है. അവിടെ തുടർന്ന് നാം വായിക്കുന്നത് 1:15 വാക്യത്തിൽ, और 1 कोरिन्थियों 15:28 में इस प्रकार पढ़ते हैं, പിതാവിന് സകലവും കീഴായി തീരുമെന്ന് വായിക്കുന്നു. सब कुछ पिता के तले आ जाएगा, अधीन होगा. അഥവാ യേശു ക്രിസ്തു प्रभु यीशु मसीह ഈ ഭൂമിയെല്ലാം ശാപത്തിൽ നിന്ന് വീണ്ടെടുത്ത് इस पूरी पृथ्वी को शाप से मुक्त തന്റെ करके പിതാവിന്റെ കൈകളിൽ ഏൽപ്പിക്കും. पिता के हाथों में देगा. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, वहाँ पे हम पढ़ते हैं, എന്നാൽ അവന് സകലവും കീഴ്പ്പെട്ടു വന്ന ശേഷം, और सब कुछ को उसके अधीन करने के बाद ദൈവ സകലത്തിലും സകലവും ആകേണ്ടതിന് परमेश्वर उसे सर्वस्व बनाने के लिए പുത്രനും താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവരെ കീഴ്പ്പെട്ടിരിക്കുമെന്ന് രേഖപ്പെടുത്തി. और पुत्र के अधीन वो सब कुछ कर देगा. ആമേൻ ആമേൻ. അതിന്റെ അർത്ഥം
പുത്രനും പരിശുദ്ധാത്മാവും മാറിപ്പോകുമെന്നല്ല, इसका मतलब ये नहीं कि पुत्र और पवित्र आत्मा वहां से चले जाएंगे। ദൈവത്തിന്റെ തൃത്വത്തെ ഒരിക്കലും മാറ്റാൻ ആർക്കും കഴിയത്തില്ല, परमेश्वर की त्रिएकता को कोई भी बदल नहीं सकता है, വിഭജിക്കാൻ ആർക്കും കഴിയത്തില്ല. उसको कोई विभाजित नहीं कर ആ सकता, ത്രിയേക ബന്ധം നിത്യത മുഴുവൻ ഉണ്ടായിരിക്കും. और वो त्रिएक संबंध पूरी अनंतता तक बना रहेगा। ആവർത്തനം 33:27, व्यवस्था विवरण 33 का 1 27, തിമോത്തിയോസ് 1:17, पहला तिमुथियुस 1 का 17, എബ്രായർ 13:8, इब्रानियों 13 का 8, 9:14 9 വായിച്ചാൽ का 14 ये हम पढ़ते हैं। ഈ ത്രിയേക ബന്ധം നിത്യത മുഴുവൻ ഉണ്ടായിരിക്കും എന്ന് ये വായിക്കുന്നു. त्रिएक संबंध अनंतता तक रहेगा। പ്രിയമുള്ളവരെ, അവസാനമില്ലാത്ത സന്തോഷമായിരിക്കും നിത്യതയിൽ പ്രാപിക്കാൻ പോകുന്നത്. अनंतता में कभी भी न खत्म होने वाला आनंद हम पाएंगे। ആമേൻ. आमेन। കർത്താവ് അങ്ങനെയുള്ള സൗഭാഗ്യകരമായ അനുഭവമാണ് മനുഷ്യവർഗത്തിന് വേണ്ടി एक വെച്ചിരിക്കുന്നത്. ऐसा सौभाग्य परमेश्वर ने मनुष्य जाति के लिए तैयार कर रखा है। ആമേൻ. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ദൈവത്തിന്റെ ഉദ്ദേശം അതായിരുന്നു. मनुष्य की सृष्टि के दौरान भी यही उद्देश्य परमेश्वर का था। പാപത്തിന്റെ ഫലമായിട്ടാണ് മരണമൊക്കെ കടന്നു വന്നത്. पाप के उस फल के तौर पर, परिणाम के तौर पर मृत्यु इत्यादि आए, ശാപം കടന്നു വന്നത്. शाप आया। എന്നാൽ തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചതിന്റെ ഉദ്ദേശം लेकिन अपने पुत्र को उस दुनिया में भेजने का मकसद, അതിൽ നിന്നെല്ലാം വിടുവിച്ച് इन सब से हमको मुक्त कर ദൈവത്തിന്റെ പ്രാരംഭ ഉദ്ദേശത്തിലേക്ക് परमेश्वर के उसी वास्तविक उद्देश्य की ओर സകലത്തെയും കൊണ്ടെത്തിക്കുവാനാണ്. सब कुछ को वापस लौटा ले അത് आना പുതുവാന है। ഭൂമിയുടെ വരവോടുകൂടെ, और उसी नए आकाश और नई धरती के आगमन से, ആമേ പുതിയ യെരൂശലേമിന്റെ വരവിനോടുകൂടെ, नए यरूशलेम के आगमन से ആമേ കർത്താവ് അത് നിവർത്തിക്കുക തന്നെ ചെയ്യും. प्रभु उन सभी मकसदों को पूरा ഈ करेगा। സൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ इस सौभाग्य में प्रवेश करने के लिए ഒരിക്കൽ കൂടെ एक बार और കർത്താവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആഹ്വാനം प्रभु यीशु ചെയ്യുന്നു. मसीह के नाम में आप सबों का हम स्वागत करते हैं, आह्वान करते हैं। ആമേൻ. ആമേൻ. ഈ ഭാഗം ഇവിടെ ചുരുക്കുകയാണ്. मैं यहाँ पे मेरे अध्ययन को मैं समाप्त करता हूँ। ദൈവമാകുന്ന കർത്താവ് നമ്മെ അവരെ അനുഗ്രഹിക്കട്ടെ. प्रभु यीशु मसीह आप सबों को आशीष देने पाए। ഈ വിഷയം ഇവിടെ തുടർമാനമായിട്ടുള്ള പല എപ്പിസോഡുകളിലൂടെ പഠിപ്പിക്കുവാനും പറയുവാനും ഒക്കെ ഇതിന് ക്രമീകരണം ചെയ്ത അഡോണായി മിനിസ്ട്രിയുടെ എല്ലാ ഭാരവാഹികൾക്കും ഞാൻ എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. और मैं अडोनाई के सभी अधिकारियों का धन्यवाद करना चाहता हूं कि इस विषय को विभिन्न एपिसोडों में आप तक पहुंचाने में वो एक अच्छा मंच तैयार कर पाए। ദൈവം നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. प्रभु आप सबों को आशीष देने पाए। आमीन. आमीन। आमीन।